നൈറ്റ് അതിന് മുമ്പ് ഇവിടെ തലയ്ക്കുമ്പോൾ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു നമുക്കിനി ഇതിലൊന്ന് കയറണം, ഒരാഗ്രഹമാണ്. അപ്പോൾ എൻ്റെ കൂടെ തനിക്കൊക്കെ പ്രാന്താണ്, അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കയറിയിരിക്കും. ചായ വെച്ച് കിട്ടുന്ന പണം കൊണ്ട് ലോകം ചുറ്റിക്കറങ്ങിയിരുന്ന വിജയനെയും മോഹനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 2021 വിജയൻ മരണപ്പെട്ടു. മോഹന ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. പക്ഷേ ഈ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇവരുടെ മകളും മരുമകനും ചേർന്ന് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നാളെയാണ് 50 രാജ്യങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കാൻ ഒരുങ്ങുന്നത്. ഞാൻ കാണാൻ പോകുന്നത് 22-ാം തീയതി തുടങ്ങി 29-ാം തീയതി വരെ യാത്രയിലാണ്. ആദ്യം വിയറ്റ്നാമിൽ പോകും, അതിനുശേഷം കംബോഡിയ. ഈ രാജ്യങ്ങൾ 2 തിരഞ്ഞെടുക്കാൻ കാരണം അച്ഛൻ്റെ ആഗ്രഹം അടുത്തത് ജപ്പാനായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം ഞാനും അമ്മയും കൂടി ഞങ്ങൾ ജപ്പാൻ പൂർത്തീകരിച്ചു. അമ്മ അടുത്ത രാജ്യം പറഞ്ഞത് കംബോഡിയ, വിയറ്റ്നാമാണ്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പോവുകയാണ്. അച്ഛൻ മരിക്കുന്ന ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഫോട്ടോസും കണ്ണാടികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അത് ഞാൻ സൂക്ഷിക്കും, ഇതേപോലെ കട തുറക്കുമ്പോൾ ആൾക്കാർ വരും. അങ്ങനെ വേണം. ഇനി ആ യാത്ര തുടരും. 50 രാജ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ആഗ്രഹമുണ്ട്. അത് സാക്ഷാത്കരിക്കാനാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. മിനിമം 50 ഞങ്ങൾ കവർ ചെയ്യും. അച്ഛൻ 26 രാജ്യങ്ങളും അമ്മ 28 രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ 11 രാജ്യം അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. നാളെ വിയറ്റ്നാമിലേക്ക് പോകണേ, അവധിയാണ് കേട്ടോ. തിങ്കളാഴ്ച അവധിയാണ്. വിയറ്റ്നാമിലേക്ക് മക്കൾക്ക് സന്തോഷമാണ്. എൻ്റെ മോള് UK പഠിക്കുന്നത്. UK മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, MSc ബയോടെക്നോളജി. അപ്പോൾ അവരും യാത്രയിൽ വരുന്നുണ്ട്. മക്കളെ ഞങ്ങൾ സ്നേഹിച്ചാൽ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോകൂല എന്നാണ് അച്ഛൻ്റെ തത്വം. 5 പഴംപേരില്ല, 8 സവാള, ഒരു പഴംപേര്. നാളെ മറ്റന്നാൾ വിയറ്റ്നാം, കംബോഡിയ. അല്ല, അച്ഛൻ പറഞ്ഞാൽ നമ്മൾ ഈ കാശുണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നന്നായിട്ട് ആഘോഷിച്ച് ജീവിക്കുക, രാജ്യങ്ങൾ കാണുക, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭാഷ, ഇതെല്ലാം ഞങ്ങൾ പഠിക്കുക. ആദ്യത്തെ യാത്ര എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ യാത്രയിലാണ്. തിരുപ്പതി, തിരുവനന്തപുരം, കന്യാകുമാരി, ഇങ്ങനെ ചെറുപ്പത്തിൽ ഞങ്ങൾ KSRTC ബസ്സിലൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പോഴേക്കും ഞങ്ങൾ ട്രെയിനിലൊക്കെ ഞങ്ങൾ തിരുപ്പതി അവിടെ ഇവിടെയൊക്കെ പോകുമായിരുന്നു. 2016 ഞങ്ങൾ തായ്ലാൻഡ് പോകുന്നത്. എല്ലാം അച്ഛൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു പോയിരുന്നത്. ഞങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട്. സന്തോഷമേ ഉള്ളൂ. അച്ഛനില്ലാത്തൊരു കുറവ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്, ഈ കടയിൽ തന്നെ ഉണ്ട്, എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. യാത്ര പോകുമ്പോഴും അച്ഛൻ്റെ ഒരു ഇവിടെ ഉണ്ടാവും. യാത്രകളെ ജീവനായി കരുതിയിരുന്ന ഒരു മനുഷ്യൻ വലിയ പാഠമാണ് തൻ്റെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തത്. വിജയൻ ഇവിടെ തന്നെയുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇവർക്ക് താല്പര്യം. ഉലകം ചുറ്റും 2ാം തലമുറയിലെ കപ്പിൾസിനും ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കുമൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് തന്നെയാണല്ലേ, ഒരു ജീവിതമേ ഉള്ളൂ, അത് ജീവിക്കുക. സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്നേഹ, അച്ഛനമ്മമാരുടെ പാത പിന്തുടരുകയാണ് ഈ മക്കൾ അല്ലേ? മക്കളെ നമ്മൾ സ്നേഹിച്ചാൽ അവർ നമ്മളെ അനാഥാലയത്തിലാക്കത്തില്ല. ഇത് പറഞ്ഞത് ശ്രീ ബാലാജി ടീ സ്റ്റോളിലെ വിജയൻ ആയിരുന്നു. ശ്രീ ബാലാജി ടീ സ്റ്റോളിനെ കുറിച്ചും അതോടൊപ്പം തന്നെ വിജയൻ മോഹന ദമ്പതികളെ കുറിച്ചും ട്രാവലിംഗ് കപ്പിൾസ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ഇവരെക്കുറിച്ചും മലയാളികളോട് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവരുടെ ജീവിതം എന്താണെന്നൊക്കെ ഉള്ളത് സിനിമയിലൂടെയും അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ലേഖനങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഒരു ചായക്കട നടത്തി ഈ ചായ വിറ്റ് ലഭിക്കുന്ന പണത്തിലൂടെ ഇവർ പലതരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഏകദേശം 30-നോടടുത്തുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഒപ്പം സഞ്ചരിച്ച ദമ്പതികളാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെ മക്കളും അതോടൊപ്പം തന്നെ ഇവരെ അറിയാവുന്നവരും, പ്രത്യേകിച്ച് വിജയനെക്കുറിച്ച് പറയുമ്പോൾ
കണ്ണ് നിറയാത്തവരായി ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അതായത് 2021 വിജയൻ മരണപ്പെട്ടത്. അതിനുശേഷം മോഹന ചില ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് വിശ്രമ ജീവിതത്തിലാണ്. ഇപ്പോൾ മകളും അതോടൊപ്പം തന്നെ ഈ മരുമകനും ചേർന്നാണ് ഈ ടീ സ്റ്റോള് നടത്തുന്നത്. അപ്പോൾ ഇനി അടുത്തത് കംബോഡിയ, അതോടൊപ്പം തന്നെ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നായിരുന്നു വിജയൻ്റെയും അതോടൊപ്പം തന്നെ ഈ മോഹനയുടെയും ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ മകളും അതോടൊപ്പം തന്നെ ഈ മരുമകനും ഇവരുടെ ഈ ഒരു യാത്ര ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മകളെ സംബന്ധിച്ചിടത്തോളം മകളുടെ ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത് അച്ഛനോടൊപ്പം പോയ യാത്രകളാണ് കുട്ടിക്കാലത്തൊക്കെ. ഇപ്പോൾ മരുമകൻ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്, അച്ഛനോടൊപ്പം പോയ യാത്രകളും അനുഭവങ്ങളും തന്നെയാണ്. അപ്പോൾ വിജയൻ പകർന്നു കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു പാഠമാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് വിജയന്റെയും മോഹനയുടെയും ആഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ശരി സ്നേഹ, എന്തായാലും ഈ കടയും ഇവരുടെ യാത്രയും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. 50 രാജ്യങ്ങളിൽ സഞ്ചരിക്കണം എന്നതാണ് ആഗ്രഹമൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിജയൻ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ വിജയൻ ചേട്ടനും മോഹന ചേച്ചിയും അവരുടെ ഇൻവിസിബിൾ വിങ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിമനോഹരമായ ഒരു ഡോക്യുമെൻ്ററിയാണ്.